ആൻഡ് അൾട്ടിമേറ്റ്ലി ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ്, ഇസ് കിൻഡിൽ ബെറ്റർ ദാൻ ബുക്ക്? ബുക്കിനേക്കാളും നല്ലൊരു ഓപ്ഷനാണോ കിൻഡിൽ? 2, കിൻഡിലിനേക്കാളും നല്ലൊരു ഓപ്ഷനാണോ നമ്മുടെ ഫോൺ ഓർ ഐപാഡ്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ടാബോ ലാപ്പോ എന്തെങ്കിലും കിൻഡിലിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. Hello folks, welcome to the channel. I am Grace and this is Study with Grace. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് നന്ദി. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാനുണ്ടായതിൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതിൽ താങ്ക്സ് എ ലോട്ട് ആൻഡ് വെൽക്കം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു 2 years ഓഫ് കിൻഡിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എൻ്റെ കിൻഡിൽ എൻ്റെ കയ്യിലില്ല, നിർഭാഗ്യവശാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു പോയി. സോ ഇറ്റ്സ് നോട്ട് ദെയർ വിത്ത് മീ. പക്ഷെ എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിരുന്ന കിൻഡിലിന് ഒരു ഫോട്ടോ പറ്റിയാൽ ഞാൻ ഇൻസേർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഒന്നും ഇല്ല എൻ്റെ കിൻഡിലിൻ്റെ. ആൻഡ് ലേറ്റർ ഓൺ ഞാൻ ഈ അടുത്ത് 11th ജനറേഷൻ കിൻഡിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഒന്ന് സമയം കളയാതെ ആദ്യം തന്നെ കിൻഡിൽ എന്താണെന്ന് പറയാം. കിൻഡിൽ എന്ന് പറയുന്നത് ആമസോണിൻ്റെ ഒരു ഇൻ ഹൗസ് പ്രൊഡക്റ്റ് ആണ്. അത് സിംഗിൾ യൂസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പർപ്പസ് ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ അൾട്ടിമേറ്റ് യൂസ് വായിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ജോലി അത് വളരെ വൃത്തിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അന്ന് തൊട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ബുക്കിനേക്കാളും നല്ലൊരു ഓപ്ഷനാണോ കിൻഡിൽ എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിക്കണം. അത് ഇങ്ക് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ താഴെ ഒരു LED സ്ട്രിപ്പ് വന്നിട്ട് ആ സ്ട്രിപ്പിൽ നിന്ന് മേലേക്ക് ലൈറ്റ് കൊടുക്കുന്ന രീതിയിലാണ്. അതായത് നമ്മളത് ഫസ്റ്റ് ടൈം നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് തോന്നും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫുൾ ഡിസ്പ്ലേ, ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര ഒരു രസമുള്ളൊരു ഡിസ്പ്ലേ. നമുക്കിങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് നമ്മുടെ ബുക്കിൻ്റെ മേലേക്ക് വന്ന് വീഴുന്ന ഒരു എഫക്റ്റിലുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ് അത് മാത്രമല്ല അസാമാന്യ ബാറ്ററി ലൈഫാണ്. മിനിമം ഒരു 1.5 weeks to 2 weeks വരെ നമുക്ക് ഓരോ കിൻഡിലിനും ബാറ്ററി ലൈഫ് ഉണ്ടാവും. നമുക്ക് ചാർജ് ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നേ പോകും ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത്. സോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ആഡഡ് മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി മെറിറ്റ്സിലേക്ക് പോകാനായിട്ടാണെങ്കിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങോട്ട് നോക്കും. സോ ഇതിൻ്റെ വെയിറ്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം കിടന്ന് വായിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം ഞാനൊക്കെ കിടന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഫിക്ഷൻസ് ഒക്കെ കിടന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ഞാൻ എൻ്റെ ഈ ബുക്ക്, ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ബുക്ക് എടുത്തത്. ഈ ബുക്ക് ഞാൻ കിടന്ന് വായിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടാവും? എനിക്ക് ഒരിക്കലും ഇത് ഒരു കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് വായിക്കാൻ പറ്റില്ല. ഇതിന് എന്തായാലും എനിക്ക് ഒരു ടേബിളിൻ്റെ സപ്പോർട്ട് വേണം. ഞാൻ ഇരുന്ന് കുനിഞ്ഞ് ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കണം. സോ അതുകൊണ്ട് തന്നെ കിൻഡിൽ എന്ന് പറയുന്ന സാധനം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ കിൻഡിലിൻ്റെയും വെയിറ്റ് കുറഞ്ഞു വരിക. ഇപ്പോൾ 280 grams ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്ന കിൻഡിൽ, ഇഫ് ഐ എം നോട്ട് റോങ്. അത്രേ ഏകദേശം വരുന്നുള്ളൂ ആ കിൻഡിലിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയാം. സോ സിംഗിൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് വായിക്കാൻ പറ്റും. അത് ഒന്ന്. 2, ഇതിൻ്റെ ബിൽഡ് ഇൻ ലൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടായാലും നമ്മുടെ കണ്ണിനെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റ് അല്ല. ദെൻ ടോക്കിംഗ് അബൌട്ട് ആപ്സ്, ഇതിൽ നമുക്ക് വേറെ ആപ്പുകൾ ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മെറിറ്റുമാണ്, അതേസമയം ഒരു ഡിമെറിറ്റുമാണ്. നമുക്ക് ഡിമെറിറ്റിലേക്ക് പിന്നെ വരാം, മെറിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കിൻഡിൽ എന്ന് പറയുന്ന ഒരു ആപ്പ്, അത് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, വായിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. ആ ആപ്പ് നല്ല രീതിയിൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ ഒരു ആപ്സ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിൻഡിലിൽ കുറേ ഫ്രീ ആയിട്ടുള്ള ബുക്സ് ഉണ്ട്, അത് നമുക്ക് വായിക്കാം. അതേപോലെ തന്നെ നമുക്ക് ആമസോണിൽ നിന്ന് ബുക്ക് കിൻഡിൽ വഴി പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ ആൻഡ് കിൻഡിലിൻ്റെ അതായത് ഗൂഗിൾ ആൻഡ് ആമസോൺ തമ്മിലൊരു ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചിട്ട് കിൻഡിലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കിൻഡിലിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മൾ ബുക്ക് വാങ്ങിക്കണം. സോ അതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. മാറുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ കിൻഡിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് തന്നെ ബുക്ക് വാങ്ങിക്കാം. നമ്മൾ പൈസ കൊടുത്ത് ബുക്ക് വാങ്ങിക്കുന്നു, അതിൽ തന്നെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ലൈബ്രറിയിൽ പോലെ സ്റ്റോർ ചെയ്യുന്നു. നമ്മുടെ കിൻഡിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് നമുക്ക് ഫോണിലൂടെയും നമ്മുടെ ആമസോൺ അക്കൗണ്ട് വഴി ലാപ്പിലോ ഐപാഡിലോ എന്തിൽ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യുകയും ചെയ്യാം. സോ അതാണ് കിൻഡിലിൻ്റെ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ടത്. പിന്നെ കിൻഡിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച യൂസ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് വായിക്കാമെന്ന്.
ശരിക്കും പറഞ്ഞ് ഞാൻ അതിശയിച്ച് നിന്നുപോയത് ഞാൻ കൂടുതൽ വായിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണമായി എനിക്ക് തോന്നിയത് ഈ കിൻഡിലിന് താഴത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ 6 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ താഴെ 5 minutes more to finish this chapter എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെൻറ്റീവാണ്. നമുക്കിങ്ങനെ തോന്നുന്നു 5 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ, ആ ചാപ്റ്ററും കൂടി വായിച്ചു തീർക്കാം. അടുത്ത ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ അത് പറയാണ് ഒരു 10 minutes more to finish this chapter. പിന്നെ ഇപ്പുറത്തെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടാവും, ഈ ഇത്ര നേരം, അതായത് 50 minutes to finish this book എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് തന്നിട്ട് കൂടുതൽ വായിക്കാൻ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത്, കോമ്പറ്റീഷൻ തരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്സിനേക്കാൾ കൂടുതൽ ഞാൻ കിൻഡിലുള്ള ബുക്സ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് എ ഫാക്ട്, അത് ഞാൻ പറയാതെ പറ്റില്ല. പിന്നെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് കിൻഡിൽ വായിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ബുക്കിൽ വായിക്കുമ്പോൾ അതിലൊരു വേർഡ് നമുക്ക് മനസ്സിലാവാത്തൊരു വേർഡ് വന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ശശി തരൂരിൻ്റെ ഇറ ഓഫ് ഡാർക്ക്നെസ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ വേർഡ്സ് ശശി തരൂർ യൂസ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ വേർഡ്സിൻ്റെ അർത്ഥം അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടാവും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ വേർഡിൽ തന്നെ ടാപ്പ് ചെയ്തിട്ട് അത് നമുക്ക് അവിടെ തന്നെ ഡിക്ഷണറി യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി വായിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ആ ഫോണിൽ നിന്ന് ആ വേർഡ്, നമ്മൾ ആ ബുക്കിൽ നിന്ന് വേർഡ് എടുത്ത് നമ്മളത് ഫോണിൽ അടിച്ചു നോക്കി അതിൻ്റെ അർത്ഥമൊക്കെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിക്ഷണറി എടുത്ത് വെച്ച് അതിൽ നോക്കണം. സോ അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഇങ്ങനത്തെ വേർഡ്സ് നമുക്ക് നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കിൻഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ലേറ്റർ ഓൺ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വേർഡ് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇതിൽ പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വേർഡ് കാണുമ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ബുക്കിനേക്കാൾ നല്ലതാണോ കിൻഡിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കിൻഡിൽ നല്ലതാണ് എന്ന് പറയും. കാരണം നമ്മളൊരു കിൻഡിൽ മേടിക്കുമ്പോൾ ഒരു ബുക്കല്ല അതിലുള്ളത്, അതിലൊരു 1000 ബുക്കുണ്ട്. പിന്നെ ഒരുപാട് ഫ്രീ ബുക്സും ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബുക്സ് വാങ്ങിച്ച് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ബുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലെസ്സർ എക്സ്പെൻസീവ് ആണ് നമ്മൾ കിൻഡിൽ വാങ്ങിക്കുമ്പോൾ. ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ, കാരണം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നില്ല. സോ അൾട്ടിമേറ്റ്ലി ബുക്സിൻ്റെ എക്സ്പെൻസ് കുറച്ചും കൂടി കുറവാണ് കിൻഡിലേക്ക് വരുമ്പോൾ. പിന്നെ ഞാൻ ഓൾറെഡി ബാറ്ററി ലൈഫിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ മെറിറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഡിമെറിറ്റ്സിലേക്ക് കിടക്കുകയാണ്. സോ ഫസ്റ്റ് പ്രോബ്ലം, ഞാൻ മെറിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള 1-2 പ്രോബ്ലംസ് തന്നെ ആദ്യം തന്നെ ഡിമെറിറ്റ്സിൽ സംസാരിക്കണം. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമസോൺ എക്കോസിസ്റ്റത്തിൽ മലയാളം ബുക്സുകളുടെ ക്ഷാമമാണ്. ആമസോണിൽ ഈ ബുക്സ് സെല് ചെയ്യുന്ന കുറച്ച് ബുക്സുകളുണ്ട്, അതിൽ കുറച്ചൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, കുറച്ചൊക്കെ ബുക്സ് നമുക്ക് കിൻഡിലിൽ അവൈലബിൾ ആണ്. പക്ഷേ അതൊരിക്കലും നമുക്കിപ്പോൾ ബുക്സ് നമുക്ക് അപ്പം തന്നെ വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊന്നും ഒരിക്കലും ആമസോൺ കിൻഡിലിൽ നമുക്ക് സർവീസിൽ അവൈലബിൾ ആയിരിക്കില്ല. യൂഷ്വലി എല്ലാ ബുക്സും റിലീസ് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷ് ബുക്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കിൻഡിൽ വേർഷനും കൂടി ഇറങ്ങാറുണ്ട്. പക്ഷേ സാഡ്ലി മലയാളത്തിൽ ഒരിക്കലും അത് സംഭവിക്കാറില്ല. സോ അപ്പോൾ നമ്മൾ മലയാളം ബുക്സ് അൾട്ടിമേറ്റ്ലി പോയിട്ട് DCയുടെയോ മാതൃഭൂമിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അതാണ് ഫസ്റ്റ് പ്രോബ്ലം. PDFsോ ആർട്ടിക്കിളുകളോ ഒക്കെ തന്നെ കിൻഡിലിൽ വായിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നമുക്ക് ശരിക്കും പറയാം ഫോണിലൊരു ഓപ്ഷൻ ഉണ്ട് കിൻഡിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട്. അതേപോലെ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്, പുഷ് ടു കിൻഡിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് കിൻഡിൽ ആപ്പിൽ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ നമ്മുടെ കിൻഡിലിൽ വായിക്കാൻ തീരുമാനിച്ചാൽ അത് ഒരു എറർ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. കാരണം ഇപ്പോൾ 11th ജനറേഷൻ ആപ്പിലും ഞാൻ ട്രൈ ചെയ്തപ്പോഴും അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെയുള്ളൊരു ഓപ്ഷൻ പുഷ് ടു കിൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ്, നമ്മളൊരു യുണീക്ക് മെയിൽ ID ഉണ്ടാക്കിയിട്ട് ആ മെയിൽ ID യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആൻഡ് ആ ആപ്പ് പെയ്ഡാണ്. അതായത് 1-2 ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്യാം ആൻഡ്രോയിഡുകാർക്ക്. നമുക്ക് അൾട്ടിമേറ്റഡ് ആയിട്ട് ആർട്ടിക്കിൾസ് സെൻഡ് ചെയ്ത് അതിനകത്ത് വായിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇറ്റ്സ് കോസ്റ്റ്ലി. ഓക്കെ, പിന്നെ അടുത്ത കാര്യം, നമ്മൾ പറഞ്ഞു ബുക്സിനേക്കാളും നല്ലതാണ് കിൻഡിൽ എന്ന്. പക്ഷേ കിൻഡിലിനേക്കാളും നല്ലതാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഐപാഡ് ഓർ മൊബൈൽ എന്ന ചോദ്യത്തിന് ഐ വിൽ ഗോ ഐപാഡും മൊബൈലും. മൊബൈലിലേക്ക് ഞാൻ പിന്നീട് വരാം. മൊബൈലിൽ വേറൊരു സ്റ്റോറിയാണ്. പക്ഷെ ഐപാഡ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ നിങ്ങളുടെ കയ്യിലുള്ള ടാബ്ലറ്റ് പൂർണ്ണമായും സ്റ്റഡീസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് തീരുമാനിക്കുകയെങ്കിൽ
12,299 rupeesന് നിങ്ങൾ കിൻഡിൽ മേടിക്കുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും മോശമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലും ഫ്ലൈറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എനേബിൾ ആയിട്ടുള്ള ഐപാഡ്സ് മാത്രം അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് മാത്രം മേടിക്കുക. 2 അതിൽ മറ്റ് ജങ്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, സോഷ്യൽ മീഡിയ ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ദെൻ നിങ്ങൾ സേഫ് ടു ഗോ ആണ്. നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് നിങ്ങളുടെ ടാബ്ലറ്റ് ഒരു പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഫോണിലേക്ക് വരുമ്പോൾ ഫോണിൽ പക്ഷെ നമുക്ക് വേറെ കുറേ ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻസ് ആയിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ടും ഫോൺ കോൾസ് ആയിട്ടും ഒക്കെ. സോ ഫോൺ ഞാൻ പറയുകയാണെങ്കിൽ കിൻഡിലാണ് ബെറ്റർ ഓപ്ഷൻ ഫോണിനേക്കാളും. പക്ഷേ ഐ വിൽ ഗോ വിത്ത് ഒരു ടാബ്ലറ്റ്, ഏതെങ്കിലും ഒരു ടാബ് നമ്മുടെ കിൻഡിലിനേക്കാളും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തന്നെ ഞാൻ പറയും. ദെൻ വേറെ 1-2 നെഗറ്റീവ്സും കൂടി ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. ഇപ്പോൾ കിൻഡിലിൽ തന്നെ നമുക്ക് നോട്ട് ടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, നോട്ട്സ് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ടൈപ്പിംഗ് സ്പീഡ് ഞാൻ അന്ന് ഉപയോഗിച്ച കിൻഡിലിനേക്കാളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ മേടിച്ചിരുന്ന ഓൾഡർ കിൻഡിലിനേക്കാളും വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ 11th ജനറേഷൻ 12,299 rupeesന് മേടിക്കുന്ന ആ കിൻഡിലും എനിക്കറിയാം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിഫ്രഷിങ് റേറ്റ് അത്രയും ലോ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ലാഗാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫോണും ഐപാഡും ലാപ്പൊക്കെ നമ്മൾ കുറച്ചുകൂടി സ്പീഡ് ആയിട്ടുള്ളൊരു സാധനം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ലോനെസ് നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എത്രമാത്രം അത് മലയാളം നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയാം, നിങ്ങളുടെ കിൻഡിൽ എക്സ്പീരിയൻസും പറയാം. ഞാൻ യൂഷ്വലി എൻ്റെ ഐപാഡ് ഗ്രേ സ്റ്റൈൽ ആക്കിയിട്ടിട്ട് ഗ്രേ കളർ ആക്കിയിട്ടിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, കിൻഡിലിൽ ഒരിക്കലും നമുക്ക് ഇതിലിപ്പം ഇങ്ങനെ ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ള പേജസ് ഒന്നും തന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. ആ ഇമേജസ് കാണുന്നത് പോലും ഭയങ്കര ഒരു വിയേർഡ് ആയിട്ടുള്ള വേ ആണ്. അതായത് ഇങ്ങനെ ജർക്ക് ചെയ്താണ് ഇമേജ് പോലും ഇങ്ങനെ വന്ന് നിൽക്കുക. സോ അതത്ര ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഉപീന്ദർ സിംഗിന്റെ ബുക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നത്. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി ഇതിനകത്ത് വരുന്ന ഓരോ ഇമേജസ് ആണ്. അത് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. സോ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇത് പറ്റില്ല. പിന്നെ കിൻഡിൽ എക്കോസിസ്റ്റത്തിന്റെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ചില ബുക്സ് കുറച്ചധികം എക്സ്പെൻസീവ് ആവാറുണ്ട്. കിൻഡിൽ എഡിഷൻസ് എസ്പെഷ്യലി പഴയ മലയാളം ബുക്സ് എല്ലാം തന്നെ കുറച്ചധികം എക്സ്പെൻസീവ് ആവാറുണ്ട്. സോ അങ്ങനത്തെ ബുക്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഇ ബുക്ക് മാത്രമാണല്ലോ കിട്ടുന്നത് എന്നുള്ളൊരു സങ്കടം ചിലപ്പോൾ ചിലർക്കൊക്കെ വരാറുണ്ട്. എനിക്കത് ആദ്യം വന്നിരുന്നു, പിന്നെ ഐ വാസ് യൂസ് ടു ഇറ്റ്. നമുക്ക് പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ലാപ്പിലായാലും ഫോണിലായാലും ഒക്കെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിച്ചു. പക്ഷെ ചിലർക്ക് അതൊരു വിഷമമായി വരാനും സാധ്യതയുണ്ട്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ അൾട്ടിമേറ്റ്ലി ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ Kindle is better than book ചില ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും. പക്ഷേ ഇറ്റ്സ് നോട്ട് ബെറ്റർ ദാൻ എനി ടാബ് ഓർ ഐപാഡ് യു ആർ യൂസിങ്. പക്ഷേ കിൻഡിൽ അപ്പോഴും മൊബൈലിനേക്കാളും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തന്നെ ഞാൻ പറയും. സോ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് യൂസ് ചെയ്ത് പറഞ്ഞ് എന്നെ ഒന്ന് മനസ്സിലാക്കി തരാം. സോ അത്രയേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.